RS ഫുട്ബോൾ ഫാമിലി പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ബാഴ്സലോണ ബാക്ക് ടു ക്യാമ്പ് നോ. അത് വെറും ക്യാമ്പ് നോ അല്ല, സ്പോട്ടിഫൈ ക്യാമ്പ് നോയിലേക്ക് ബാഴ്സലോണ തിരിച്ചു വരികയാണ്. അപ്പൊ എല്ലാവരും ചോദിക്കും, റെയ്ഹാനെ കുറെ നാളായാലും കണ്ടിട്ട്, ബാഴ്സിന്റെ കളി വന്നപ്പോ റെയ്ഹാൻ വന്നു. റെയ്ഹാൻ എന്താണ് കുറെ കാലമല്ലോ ഈ വീഡിയോയിൽ കണ്ടിട്ട്? കുറെ കാലം എന്ന് വെച്ചാൽ ഈ ടൈമായിട്ട് എക്സാം വെക്കൊണ്ടിരിക്കുകയാണ്. അതെ, എക്സാം ഉള്ള കാരണം ആശാനെ വിളിച്ചിട്ട് വീഡിയോ ചെയ്യാന്ന് പറഞ്ഞാല് ഉമ്മച്ചി ഓട്ടിക്കും. അത് കാരണം ഇപ്പൊ വീഡിയോ നിർത്തിയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇപ്പൊ എക്സാം കഴിഞ്ഞിട്ടില്ല, ഇനിയും 2-3 എക്സാം ഉണ്ടല്ലേ? 3 എക്സാം ഉണ്ട്. അപ്പൊ എന്തായാലും സാറ്റർഡേ സൺഡേ ഒക്കെ വീക്കെൻഡ് ആയതുകൊണ്ട് അതിൽ എല്ലാം പിടിച്ചിരുത്തില്ല. അത് ബാഴ്സന്റെ കളിയുണ്ട് പറഞ്ഞപ്പോ ഞാനുണ്ട് വീഡിയോ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ബാഴ്സലോണ അവസാനമായിട്ട് 909 ദിവസങ്ങൾക്ക് ശേഷമാണ് ക്യാമ്പ് നോയിൽ കളിക്കാൻ വരുന്നത് അല്ലെ? അപ്പൊ ഏകദേശം എന്താണ് അവിടുത്തെ കളിയെ കുറിച്ചും, ആരാണ് എതിർ ടീം? എതിർ ടീം അത്ലറ്റിക് ബിൽബാവോ ആണ്. വില്യംസിന്റെ അത്ലറ്റിക് ബിൽബാവോ ആയിട്ട് മത്സരം. നിങ്ങളെ മിസ്സായ ഒരു പ്ലെയർ. അതെ, അപ്പോ പിന്നെ 45,000 സംതിങ് കാണികളാണ് നാളത്തെ കളിക്ക് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും തീപ്പാറിയ ഒരു മത്സരമായിരിക്കും. ബാഴ്സലോണയ്ക്ക് ലെമീൻ യമാലിന്റെ രണ്ടാമത്തെ മത്സരം. എല്ലാവർക്കും അത് അത്ഭുതമാണ്. രണ്ടാമത്തെ മത്സരമാണ്. ആദ്യത്തെ മത്സരമാണ് എല്ലാരും സാവിയുടെ അണ്ടറിൽ കളിച്ചതിന് ശേഷമാണ് ഈ ഒരു ഇത് വന്നത്. ഏത് നമ്മുടെ റിനോവേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നത് 2027 കൂടിയിട്ടാണ് ക്യാമ്പ് നോ ഫുള്ളായിട്ട് ഈ റൂഫൊക്കെ ഇട്ടിട്ട് ഫുള്ള് പണി. അതിന്റെ ഇടയിൽ കൂടെ കളി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ ഫുള്ളായിട്ട് റൂഫും കാര്യങ്ങളൊക്കെ ഉള്ള പരിപാടി എല്ലാം കഴിഞ്ഞ് ക്യാമ്പ് നോ സെറ്റ് ആണ് 2027 ആയിരിക്കും. അപ്പോ 2027 വരെ ഈ കൺസ്ട്രക്ഷൻ സൈഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് കളി കാണാല്ലേ? അതൊരു ചോദ്യം തന്നെ കേട്ടോ. എന്താ പറയുക, കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കും, ഡേ നൈറ്റ് കൺസ്ട്രക്ഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു പറയുന്നുണ്ട്. അപ്പോ ശരിക്കും കളിയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോ കാണാൻ പറ്റുമായിരിക്കും അവർക്കൊക്കെ. എന്താ പറഞ്ഞാൽ ചില സ്റ്റേഡിയങ്ങളൊക്കെ ഉണ്ടോ, സ്റ്റേഡിയത്തിൽ തന്നെ വലിയൊരു ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ ബിൽഡിംഗിൽ നിന്ന് ആൾക്കാർ കളി കാണാനുള്ള ഒരു അവസരമൊക്കെ ഉണ്ടാവും. അതേപോലെ സ്പോട്ടിഫൈ ക്യാമ്പ് നോയിൽ ടിക്കറ്റ് എടുക്കാതെ കളി കാണാൻ പറ്റുന്നുള്ള ഒരു അവസരമാണ് വന്നിരിക്കുന്നത്. അപ്പൊ പോണോ, വർക്കിന് പോയി കഴിഞ്ഞാല് കളി കാണാൻ, ഓസിൽ കളി കാണാലോ. അപ്പൊ ബാഴ്സലോണയിൽ എത്താന്നുള്ളൊരു ടാസ്ക് ഉണ്ട്. പിന്നെ അവിടെ പണി, ആ ക്യാമ്പ് നോന്റെ കൺസ്ട്രക്ഷൻ ടീമിന്റെ ആ വർക്കിൽ എത്തിപ്പെടാൻ എന്നുള്ളൊരു ടാസ്ക് ഉണ്ട്. അപ്പൊ എന്തായാലും ബാഴ്സലോണയുടെ കൺസ്ട്രക്ഷൻ ടീമിന് ഒരു ലാഭമാണ്. അതെ, അവർക്ക് ഫ്രീ ആയിട്ട്, അവിടുത്തെ പണിക്കാർക്ക് ഫ്രീ ആയിട്ട് കളി കാണാന്നുള്ളത്. പക്ഷെ ചില സമയങ്ങളിൽ ചിലപ്പോൾ ആ ടൈമിലൊന്നും രാത്രികളാണ് കൂടുതലും കളികളൊക്കെ നടക്കുക, ക്യാമ്പ് നോയിൽ നടക്കുന്നത്. അപ്പൊ ചിലപ്പോൾ ഉണ്ടായിരുന്നവര്, ചിലപ്പോൾ കാണാൻ പറ്റുന്നവര്, ചിലപ്പോൾ കൺസ്ട്രക്ഷൻ അങ്ങനെ നടക്കാൻ അങ്ങനെ ചാൻസ് രണ്ടുണ്ട്. അപ്പോ എന്തായാലും അത് രസകരമായ ചോദ്യം ഉത്തരമായിരുന്നു. അപ്പൊ നമുക്ക് നാളത്തെ കളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ക്യാമ്പ് നോയിലേക്ക് തിരിച്ചു വരുന്നതിന് അതോടുകൂടിയിട്ട് തന്നെ ബാഴ്സലോണ റയലിനെക്കാളും ഒരുപാട് പോയിന്റ് പിറകിലാണ്. ഒരുപാട് പോയിന്റ് എന്ന് പറഞ്ഞാൽ റയൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന 31 പോയിന്റുമായിട്ടാണ്, ബാഴ്സലോണ 28 പോയിന്റുമായിട്ടാണ്. അത് 12 മത്സരങ്ങളിൽ നിന്ന് 10 വിജയവും 1 ഡ്രോയും 1 തോൽവി അടക്കമാണ് റയൽ മാഡ്രിഡ് 31 പോയിന്റ്. 12 മത്സരങ്ങളിൽ നിന്ന് 9 വിജയവും 1 ഡ്രോയും 2 തോൽവി അടക്കം 28 പോയിന്റ് വരെ ഭയങ്കരമായിട്ട് ബാഴ്സനെ ബാധിച്ചത്. ബാഴ്സ അപ്പൊ തിരിച്ചു വരികയാണ് 28 പോയിന്റ്. അപ്പൊ ഇപ്പൊ 3 പോയിന്റ് വ്യത്യാസമാണ്. അപ്പൊ ഇനിയും എൽ ക്ലാസിക്കോ നടക്കാനുണ്ട്. നാളത്തെ കളി അത്ലറ്റിക് ബിൽബാവോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ 7ാം സ്ഥാനത്തുള്ളത്. 12 കളിയിൽ നിന്ന് 17 പോയിന്റുമായിട്ട് 7ാം സ്ഥാനത്താണ് ഉള്ളത്. അപ്പൊ അവരുടെ ഈ സീസൺ അത്ര വലിയ മികച്ച സീസൺ അല്ല. അല്ലെങ്കിൽ ഒരു 3rd, 4th, 5th പൊസിഷനിലൊക്കെയാണ്. ഇപ്പൊ 7th പൊസിഷനിലാണ് ഉള്ളത്. അത്ര വലിയല്ല. അതേപോലെ നിക്കോ വില്യംസിന്റെ ഏട്ടൻ ഇനിയാക്കി വില്യംസ് നാളെ കളിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ ആൾക്ക് പരിക്കിന് കാരണം നാളെ കളിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, നിങ്ങളുടെ മെയിൻ പ്ലെയർ വരാണല്ലോ, റഫീനിയ തിരിച്ചെത്തുന്നുള്ള ഭയങ്കര ഗുഡ് ന്യൂസ് ആണ് ബാഴ്സയ്ക്ക്. അതേപോലെ ജോൺ ഗാസിയും സ്ക്വാഡിൽ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പെഡ്രയുടെ കാര്യം കൺഫേം അല്ല. പിന്നെ ബാക്കി എല്ലാ പ്ലേയേഴ്സും ഇപ്പൊ പരിക്ക് പറ്റിയിട്ട് തിരിച്ചു വരുന്നുണ്ട്. ജോൺ ഗാസിയും റഫീനിയ തിരിച്ചു വരുന്നുണ്ട്. അതന്നെ വലിയ കാര്യമാണ് ബാഴ്സയ്ക്ക്. എന്ന് പറഞ്ഞാൽ ബാഴ്സ ഈ സീസണിൽ ഫുള്ളായിട്ട് റഫീനിയ, യമാല്, ലെവൻഡോസ്കി, അതേപോലെ റാഷ്ഫോർഡ്, ഇങ്ങനെ ഒരു പരീക്ഷണം നടത്താൻ പറ്റില്ല. എന്റെ ഒരു കാഴ്ചപ്പാട്, നാളത്തെ സ്റ്റാർട്ടിംഗ് ലെവനിൽ എന്തായാലും റഫീനിയ ഉണ്ടാവില്ല. പക്ഷെ സെക്കൻഡ് ഹാഫിൽ യമാല്, റഫീനിയ, റാഷ്ഫോർഡ് സ്ട്രൈക്കറായിട്ട് ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് കളിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ബാഴ്സയ്ക്ക് നാളത്തെ ഒരു മത്സരം ഒരു അടിപൊളിയായിരിക്കും. ഇനി ചെൽസിയൊക്കെ വരാൻ പോകണം. ഗോൾ മഴ ഒന്നും പറയുന്നത് അത്ലറ്റിക് ബിൽബാവോ നല്ല ഫൈറ്റ് വരും, അതിൽ യാതൊരു ഇതുമില്ല. പക്ഷെ അതെ, നാളത്തെ കളിക്ക് വേറെ പ്രത്യേകത കൊണ്ടുണ്ട്. സ്പോട്ടിഫൈ ക്യാമ്പ് നോയിൽ അവരുടെ ഹോം ഗ്രൗണ്ടിൽ കുറെ കാലങ്ങൾക്ക് ശേഷം കളിക്കണം. അപ്പൊ അത് കുറച്ച് വൈകാരികമായിട്ട് കുറച്ച് കാര്യങ്ങൾ അവിടെ ഉണ്ടാവും. എന്താ പറയുക, പ്ലേയേഴ്സ് ആയിക്കോട്ടെ, അവിടുത്തെ കാണികള് നാളത്തെ ഫുൾ ഏകദേശം ടിക്കറ്റ് ഒക്കെ ഫുൾ സോൾഡ് ആയത്. അന്ന് തന്നെ ഈ ഇത് അനൗൺസ് ചെയ്തതിന് ഫുൾ സോൾഡ് ആയി എന്നറിയപ്പെട്ടത്. അപ്പോ നമുക്ക് നാളത്തെ സ്കോഡിനെ കുറിച്ച് സംസാരിച്ച് നോക്കിയാലോ.
എന്തായിരിക്കും സ്ക്വാഡിനെ കുറിച്ച് സംസാരിക്കുന്ന മുമ്പ് ഈ സ്ക്വാഡില് കോച്ച് ഉൾപ്പെടെയായിട്ട് എത്ര പ്ലേയേഴ്സ് ആണ് സ്പോട്ടിഫൈ കമ്മിറ്റിയിൽ ആദ്യമായിട്ട് കളിക്കാൻ പോകുന്ന അറിയോ? അതായിരിക്കും കളിക്കാൻ പോകുന്ന ആളെ ഒന്ന് പറയും. നാളെ കോച്ചായിട്ട് ഹാൻസിബിൾ കളിക്കാൻ പോകുന്നു ആദ്യമായിട്ട്. പിന്നെ ജോൺ ഗ്രാസിയ ഉണ്ട്, റൂണി ഉണ്ട്, ഗാർസിയ ഉണ്ട്, റാഷ്ഫോർഡ് ഉണ്ട്, നമ്മുടെ കോച്ച് ഹാൻസിബിളിക് ഉണ്ട്. പിന്നെ ബാക്കിയുള്ള ലാമാസിലെ പിള്ളേരൊക്കെ ഏകദേശം മുമ്പ് ക്യാമ്പിനോല് കളിച്ചിട്ടുണ്ട്. പിന്നെ ലമാസിന്ന് വന്ന ചില ടീംസ് ഉണ്ട്. ലാമാസിന്ന് വന്നിട്ട് ആരൊക്കെയാണ് ലാമാസിന്ന് കളിക്കുന്നത്? പിന്നെ ലമീന്റെ രണ്ടാമത്തെ കളി. ജെറാർഡ് മാർട്ടിനും ചിലപ്പോ ആദ്യമായിട്ടാണ് കളിക്കുന്നത്. അതേപോലെ എമീൻ ലമാല് രണ്ടാമത്തെ കളി. അതാണ് പറയാനുള്ളത്. ലമാല് ആദ്യ ക്യാമ്പിനോട് ഒറ്റ കളി സാവി ഫെർണാണ്ടസിന്റെ കീഴിൽ കീഴിൽ വന്നിട്ട് ഒരു കളി കളിച്ചിട്ട്. ഇനി ഏതൊക്കെ പ്ലെയർ ബാഴ്സലോണ ക്യാമ്പിനോല് കളിക്കാത്ത പ്ലെയേഴ്സ് ഉണ്ട് ബാഴ്സ സ്ക്വാഡിൽ ഒന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഞങ്ങൾക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഓർപ്പെടുത്താം കേട്ടോ. പിന്നെ അപ്പൊ നാളത്തെ ഒരു സ്റ്റാർട്ടിംഗ് പ്രഡിക്ഷൻ നോക്കിയാലോ. അപ്പൊ നമുക്ക് ബാഴ്സലോണയുടെ നാളത്തെ കളിയുടെ സ്ക്വാഡിലേക്ക് ഒന്ന് പോയാല് ഗോൾ കീപ്പർ ആയിട്ടുള്ളത് ജോൺ ഗ്രാസിയ ആണ്. ജോൺ ഗ്രാസിയ ആയിരിക്കും ഗോൾ കീപ്പർ ആയിട്ട്. എന്തായാലും ആളെ പരിക്കൊന്നും എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ എന്തായാലും ഗോൾ കീപ്പർ ആയതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉണ്ടാവും. പിന്നെ അടുത്തായിട്ട് ഫുൾ ബാക്സ് ആയിട്ട് കുബാർസി ആൻഡ് എറിക് ഗാർസിയ കുബാർസി. അതിൽ ചില മാറ്റങ്ങൾ വരാം. ഇനിയിപ്പോ ക്രിസ്ത്യൻസനോ അല്ലെങ്കിൽ നമ്മുടെ അറോഹോ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം വിങ് ബാക്കുകളായിട്ട് കുണ്ടെ ബാൾഡെ അതന്നെയായിരിക്കും സ്റ്റാർട്ടിംഗ് ഉണ്ടാവും. എന്താ പറഞ്ഞാൽ കുണ്ടേക്കും ബാൾഡേക്കും കഴിഞ്ഞ മത്സരങ്ങൾ കുറച്ച് റെസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ നോക്കുകയാണെങ്കിൽ ഫെർമീൻ ലോപ്പസ് ആൻഡ് കസാഡോ ഉണ്ടാവും. അവിടെയൊക്കെയാണ് ചെറിയൊരു പണി നാളെ ബാധിക്കാൻ പോകുന്നത്. കാരണം പെട്രിയും ഡിജോണും ഇല്ലാത്തത് കൊണ്ട് പെട്രിക്ക് പരിക്കാണ്. അതുകൊണ്ട് പെട്രി മത്സരത്തിൽ ഉണ്ടാവില്ല. ഡിജോൺ റെഡ് കാർഡ് കിട്ടിയിട്ട് ആളും ബെഞ്ചിലുണ്ടാവുക. അപ്പൊ ആൾക്കും കളിക്കാനുള്ള അവസരം ഉണ്ടല്ലോ. അത് കാരണം നാളെ ബാഴ്സയുടെ കാര്യത്തിൽ കസാഡോ ഓൾമോസ്റ്റ് ഓക്കെയാണ്. പക്ഷെ ഫെർമിന് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആണ്. ആള് ഡിഫൻസീവ് മിഡ്ഫീൽഡറിൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ട് ഓൾമോ ആണ് കളിക്കുന്നത്. അതും ഓൾമോയുടെ ഈ സീസൺ ഭയങ്കര മോശമാണ്. ഈ തുടക്കം തന്നെ പരിക്കുകളും അതേപോലെ ഫോമില്ലായ്മയും ഒക്കെ കാര്യമാണ്. പക്ഷെ ഫെർമിൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡിൽ ഭയങ്കര ഫോമിലാണ് കളിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഓൾമോനെ ഡിഫൻസിൽ കളിച്ചിട്ട് ഫെർമിൻ അറ്റാക്കിൽ കളിക്കുന്നതായിരിക്കും കുറച്ച് കൂടുതൽ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ വിങ്ങുകളിൽ നോക്കണെങ്കിൽ റാഷ്ഫോർഡ് ആൻഡ് ലമീൻ യമാലാണ്. അതെ. പിന്നെ സ്ട്രൈക്കർ ആയിട്ട് നമ്മുടെ അത് ചോയ്സ് ആണ്. ലെവൻഡോസ്കിക്ക് കൂടുതൽ ചാൻസ്. അതെ. അപ്പൊ അതിനിടയിൽ ഒരു ന്യൂസ് കിട്ടുന്നുണ്ടായിരുന്നു. ബാഴ്സലോണ 2024 എങ്ങനെ 2022 ബാഴ്സലോണയിലേക്ക് ലെവൻഡോസ്കി വന്ന സമയത്ത് ബയണുമായിട്ട് ഒരു കോൺട്രാക്ട് ഉണ്ടായിരുന്നു. 25 ഗോൾ പ്ലസ് കൂടുതൽ അടിക്കുകയാണെങ്കിൽ 2.5 മില്യൺ കൊടുക്കണം. അപ്പൊ ബാഴ്സ പറഞ്ഞു അന്ന് ഏറ്റവും ടോപ്പ് സ്കോർ ആയിട്ട് 23 ഗോൾ അടിച്ച് നിൽക്കണം. 25 അതെ. അങ്ങനെ ബാഴ്സ പ്രസിഡന്റ് പറഞ്ഞു, ബാഴ്സന്റെ ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്. ബോർഡ് മെമ്പേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ന്യൂസ് ഒക്കെ വന്നിട്ടുണ്ട്. ഒരു ലെവൻഡോസ്കിയുടെ ആത്മകഥ എഴുതിയ ഒരാളാണ്. ആളുടെ പേര് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ആളാണ് ഇത് പറഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആള് അതേപോലെ തന്നെ 23 ഗോളിൽ അവസാനിച്ചു. അതുകൊണ്ട് നമ്മുടെ ഇവർക്ക് കൊടുക്കേണ്ട ഇത്രയും വലിയൊരു ഇത് ഉണ്ടായില്ല. അതേപോലെ തന്നെ ഗ്രേസ്മാൻ ആയിട്ട് ഇതേപോലെ ഉണ്ട്. അത്ലറ്റിക്കോ മഡ്രിഡായിട്ട് ഇതേപോലെ ഗ്രേസ്മാൻ ആയിട്ട് ഇത്രയും മണിക്കൂറുകൾ കൂടുതൽ കളിപ്പിക്കുകയാണെങ്കിൽ കളിച്ചു കഴിഞ്ഞാൽ. പിന്നെ ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള ഒരാളുണ്ട് കുസനോവ് ഇതേപോലത്തെ ഏകദേശം ഇതേപോലത്തെ കേസാണ്. കുസനോവിന് പഴയ ടീം പറയുന്നത് ബോർഡ് മെമ്പേഴ്സ് എടുത്ത് ഇങ്ങനെ കുസനോവിനെ 9 കളിയുടെ മുകളിൽ 9-10 കളി മുകളിൽ കളിപ്പിച്ച കുസനോവിനെ നിങ്ങൾ എക്സ്ട്രാ ഫീ പേ ചെയ്യേണ്ടി വരും ഓരോ കളിക്ക്. അതൊക്കെ ഓരോ ടീമുകൾ ക്ലോസ് വെക്കുന്നതാണ് ഓരോ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത്. നമ്മൾ ഇനിഗോ മാർട്ടിനസ് പോയ ക്ലോസും അതായിരുന്നു. ഇനിഗോ മാർട്ടിനസ് പറഞ്ഞ എന്താ പറഞ്ഞാൽ സൗദിയിൽ നിന്ന് ഒരു ഓഫർ വരികയാണെങ്കിൽ എന്നെ പോകാൻ അനുവദിക്കണം. അപ്പൊ ആ ക്ലോസിന് സൗദിയിൽ നിന്ന് ഗംഭീരമായ ഒരു ഓഫർ കിട്ടി. ആള് അൽ നസറിൽ ജോയിൻ ചെയ്തു. ആളുടെ ഉറപ്പ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഭയങ്കര മിസ്സാണ്. അവിടെയും കാര്യമായിട്ട് ആൾക്ക് ഒന്നും ചെയ്യാനും പറ്റിയില്ലാത്തൊരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നാളത്തെ സ്ക്വാഡിന്റെ. നാളെ എത്ര ഗോൾ എന്തായിരിക്കും നാളത്തെ പ്രഡിക്ഷൻ? ഗോൾ പ്രഡിക്ഷൻ നാളത്തെ രണ്ട് ടീമും ടഫ് ആയിരിക്കും. അപ്പൊ ഒരു 3-2 അല്ലെങ്കിൽ 3-1. ആര് ജയിക്കും? ബാഴ്സ ജയിക്കും ഉറപ്പാണ്. മൊത്തം മറ്റേ ഒരു വൈബാണ്. കളി എന്തായാലും ലൈവായിട്ടിരുന്ന് കാണാൻ നോക്കണം. എന്താ പറഞ്ഞാൽ അത്രയും ഇതായിരിക്കും. എന്താ പറഞ്ഞാല് ക്യാമ്പിനോല് കുറെ കാലങ്ങൾക്ക് ശേഷം ആ ഒരു മൈതാനത്ത് വരികയെന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞാല് പണ്ടത്തെ ആ ക്യാമ്പിനോല് പറഞ്ഞാൽ ആ ഇരുന്ന് കളിയാണ്. ഞാനൊക്കെ കുറെ ആഗ്രഹിച്ചിട്ടുണ്ട് കളി അവിടെ പോയി കാണുന്നുണ്ട്. ഇവിടെ വന്ന സമയത്ത് വന്ന സമയത്ത് അപ്പോ അതൊക്കെ നോക്കിയപ്പോ ഭയങ്കര വലിയ കടമ്പയാണ്. പിന്നെ അത് അങ്ങോട്ട് മൂടി വെച്ചു. ഇനി ഒരു അവസരം ഉണ്ടെങ്കിൽ എന്തായാലും പോയി കാണണം ബാഴ്സ. അപ്പൊ ഇതൊക്കെയാണ് നാളത്തെ കളിയെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ നിങ്ങളുടെ ഗോൾ പ്രൊഡക്ഷൻ നാളത്തെ കളിയെ കുറിച്ചുള്ള ഒരു കമന്റ് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആര് ജയിക്കും, എത്ര ഗോൾ എന്നുള്ളത്. ഒരു മിനിറ്റ് ഉപ്പച്ചി, നാളത്തെ കളിക്ക് ബാർസ ഒരു സ്പെഷ്യൽ കിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ജേഴ്സിയോ? എന്താ സംഭവം? വി ആർ കമ്മിങ് ബാക്ക് ഹോം എന്ന് പറഞ്ഞിട്ടാണ് ആ കിറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് അതില് ബാഡ്ജ് ആയിരിക്കും അല്ലേ? ഞാൻ അറിഞ്ഞില്ല. അതപ്പോ സംഭവം
അത് ഇവര് ക്യാമ്പിനോയിലേക്ക് കുറെ നാൾക്ക് ശേഷം തിരികെ അതിനുണ്ട് അല്ലെ. അതുകൊണ്ട് അപ്പൊ അങ്ങനെ ഒരു പുതിയ ബാഡ്ജിലാണ് നാളത്തെ പുതിയ ഒരു ജേഴ്സിയിലാണ്. അതേപോലെ എൽ ക്ലാസിക്കോന്റെ പുതിയ ജേഴ്സി ഇപ്പോ റിലീസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതോടുകൂടി വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വിളിച്ചപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രമല്ല ഞങ്ങൾ സോഷ്യൽ മീഡിയ പേജുകളായ ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാമും ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക.